ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് 75 വയസ്സ് പൂർത്തിയാവുകയാണ്. 2 പോലീസുകാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരുന്നു. സായുധ ആക്രമണത്തിലൂടെ ചൂഷണവർഗത്തെ തകർത്തെറിയുക എന്ന കൽക്കത്ത തീസിസിന്റെ ബാക്കിപത്രമായിരുന്നു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. ചരിത്രത്തിലെ ആ നാളുകളിലേക്കൊരു തിരിഞ്ഞുനോട്ടം. 1950 ഫെബ്രുവരി 28 ഇക്കാണുന്ന ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ 17 അംഗ കമ്മ്യൂണിസ്റ്റുകാരാൽ ആക്രമിക്കപ്പെട്ടത്. അത് സംസ്ഥാനത്തെ ഏറ്റവും ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു. ഇന്നതിന് 75 വയസ്സ്. KC മാത്യുവിന്റെ അറ്റാക്ക് എന്ന കമന്റ്. 17 അംഗ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനകത്തേക്ക് ഇരച്ചുകയറി. 15 മിനിറ്റിൽ പോലീസ് സ്റ്റേഷൻ ശിഥിലമായി. മാത്യു, വേലായുധൻ എന്നീ പോലീസുകാർക്ക് ജീവൻ നഷ്ടമായി. 1950 ഫെബ്രുവരി 28 ദേശീയ റെയിൽവേ പണിമുടക്ക്. 2 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ തലേ ദിവസം ഇടപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റേഷൻ ആക്രമിച്ചത്. പിന്നീട് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ MM ലോറൻസ് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഇടപ്പള്ളി സ്റ്റേഷൻ ആക്രമണം മുതൽക്കൂട്ടായെന്ന വിലയിരുത്തലുമുണ്ട്. ഒരു പാർട്ടിയെ, അത് വിപ്ലവ പാർട്ടിയെ സംബന്ധിച്ച്, ആ വിപ്ലവ പാർട്ടി പൂർണ്ണമായും ഒരു ജനാധിപത്യ പാർട്ടിയായി മാറുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ ഓർമ്മിക്കുന്നതിന് ചില സംഭവങ്ങൾ ഉണ്ടാവണം. വിജയകരമായ ഓപ്പറേഷൻ ആയിരുന്നില്ലെങ്കിലും ഇടപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസ് എന്നത് കേരളത്തിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സഹാക്കളെ ആവേശം കൊള്ളിച്ചിരുന്ന, ഇപ്പോഴും ആവേശം കൊള്ളിക്കുന്ന ഒരു സംഭവമായി നിലനിൽക്കുന്നു. ചരിത്രത്തിന്റെ തിരുശേഷിപ്പായി ആ സ്റ്റേഷൻ ഇപ്പോഴും ഇടപ്പള്ളിയിലുണ്ട്. ഇടക്കാലത്ത് കൊച്ചി നർക്കോട്ടിക് ACPയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. MM ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഉയർപ്പിനും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം കാരണമായി. ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് സായുധ വിപ്ലവമായും മറുവശത്ത് അതിക്രമമായുമാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.